നമസ്കാരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വന്തമായൊരു സൈന്യമുണ്ടാക്കി അവർക്ക് പരിശീലനവും കൊടുത്ത് ആ സൈന്യത്തെ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ച് സ്വന്തമായൊരു രാജ്യവും സ്വന്തമായൊരു നാണയവും ഒക്കെ രൂപം കൊടുത്ത ഒരു പോരാളി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കുടിയാന്മാരെയൊക്കെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയ ധീരനായ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ഒരാൾ. കാലം എത്ര കടന്നുപോയാലും ചില മനുഷ്യരെയൊക്കെ അറിയാതിരിക്കുന്നത് വലിയ നഷ്ടമാണ്. അങ്ങനെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമായേക്കാവുന്ന ഒരാളുണ്ട്. നമ്മുടെ ജെൻസി ലാംഗ്വേജിലൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സിഗ്മ എന്നൊക്കെ പറയാം. ഒരേ സമയം രാജാവും പടനായകനും ഒക്കെ ആയിരുന്ന ഒരാൾ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ബ്രിട്ടീഷ് കാലത്ത് അവരെ ചെറുത്ത് അവരെ പരസ്യമായി എതിർത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് കേരളത്തിലെ മലബാർ മേഖലയിലെ ഒരു വലിയ പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത് സ്വന്തമായൊരു ഭരണകൂടം തന്നെ സ്ഥാപിച്ച ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനി. തന്റെ നാട്ടുകാരനായ അലി മുസ്ലിയാർ എന്ന് പറയുന്ന ആള് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തെന്നും പള്ളി കൊള്ളയടിക്കപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാൻ തീരുമാനിച്ച കുഞ്ഞഹമ്മദ് ഹാജി ചെയ്തത് സ്വന്തമായിട്ട് ഒരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. 75,000 പേരുടെ സൈന്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. കീഴ്ജാതിക്കാരെന്ന അകറ്റി നിർത്തപ്പെട്ടവരെ അടക്കം ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം സൈന്യം ഉണ്ടാക്കിയത്. അങ്ങനെ 1921 ഓഗസ്റ്റ് 22 6,000-ലധികം പോരാളികളുമായി അദ്ദേഹം പ്രയാണം തുടങ്ങി. കുഞ്ഞഹമ്മദ് ഹാജിയും കൂട്ടരും ആദ്യം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ വരുതിയിലാക്കി. സ്റ്റേഷനിലെ ബ്രിട്ടീഷ് പോലീസുകാർ ഒളിച്ചോടി. എന്നിട്ട് 1921 ഓഗസ്റ്റ് 25 അങ്ങാടിപ്പുറത്ത് അദ്ദേഹം ഒരു സൈനിക പരിശീലന കേന്ദ്രവും ആരംഭിച്ചു. അങ്ങനെ തന്റെ ആ പടയെ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ തുരത്തി കുഞ്ഞഹമ്മദ് ഹാജി മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാജ്യത്തിന് രൂപം നൽകി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലെ പ്രദേശങ്ങൾ ചേർത്ത മലയാള രാജ്യം. ഹിന്ദുക്കളെ ഉപദ്രവിക്കരുതെന്ന് തന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് അദ്ദേഹം പ്രത്യേക നിർദ്ദേശം നൽകി. ആ രാജ്യത്ത് കുമ്പിളിൽ കഞ്ഞിയും കുടിയാൻ സമ്പ്രദായവും ഒക്കെ അവസാനിപ്പിച്ച് കുടിയാന്മാരെ എല്ലാവരെയും ഭൂവുടമകളാക്കി. എന്തിന്? അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ വായിൽ കൊണ്ടുപോയി അമിട്ട് പൊട്ടിച്ചിട്ട് സ്വന്തമായി പ്രത്യേക നാണയം തന്നെ അവതരിപ്പിച്ചു. നാട്ടുകാർക്ക് നികുതിയിൽ ഇളവ് നൽകി. സൈന്യം, പോലീസ്, കോടതി, ഭക്ഷ്യകേന്ദ്രങ്ങൾ, നികുതി പിരിവ് കേന്ദ്രങ്ങൾ എന്ന് വേണ്ട എല്ലാം ഇവിടെ ഒരുക്കി. നാട്ടുകാർക്ക് പാസ്പോർട്ട് സംവിധാനവും ഏർപ്പെടുത്തി. വെള്ളക്കാരോ ആ സമയത്ത് മാപ്പിളമാരെയും ഹിന്ദുക്കളെയും പ്രകോപിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്നതിന് ആവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പ കുഞ്ഞഹമ്മദ് ഹാജി നിലമ്പൂർ കോവിലകത്തിന് കാവലും ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പ്രവർത്തിച്ച ഹിന്ദു മുസ്ലിം ജന്മിമാരെ അദ്ദേഹം കൊന്നിട്ടുണ്ട്. ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയെന്ന കുറ്റത്തിന് വാര്യംകുന്നത്ത് സ്ഥാപിച്ച കോടതി 3 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുമുണ്ട്. ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ കവർന്നെടുക്കുന്നവരുടെ കൈ വെട്ടിക്കളയാനും അദ്ദേഹം ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ കൽപ്പനകളിൽ ഒന്ന് ഹിന്ദുക്കളെ ഉപദ്രവിച്ചു പോകരുതെന്നും തന്റെ അനുമതിയോടുകൂടി അല്ലാതെ എതിർപക്ഷത്തു നിന്ന് തടവുകാരായി